ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖന്നല്ലേ? അപ്പോൾ അതാ റംസാനൊക്കെ അടുത്തോണ്ട് വരാണ് റംസാനൊക്കെ. അപ്പോൾ നമുക്ക് നമ്മളെ വീടൊന്ന് നനച്ച് കുളിപ്പിക്കാം. നമ്മൾ മാത്രം എപ്പോഴും കുളിച്ച് മതിയല്ലേ, നമ്മളെ വീടൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ മൊഞ്ചാക്കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ച് ആദ്യം നമ്മൾ കിച്ചണൊന്ന് ക്ലീൻ ചെയ്യാം. അങ്ങനെ തന്നെ ആ കിച്ചണിലുള്ള കുറച്ച് പാത്രവും ഭയങ്കര മോശമായിട്ട് കിടക്കുന്നുണ്ടായി. പിന്നെ രാവിലെ എണീച്ചെങ്കിൽ കിച്ചൺ അങ്ങനെയല്ലേ ഇരിക്കുന്നു, എല്ലാം ഓരോരോ പണിയെല്ലാം ആകുമ്പോഴേക്കും അങ്ങനെ തന്നെ ഓരോരോ പാത്രവും ഗ്യാസും എല്ലാം കതി. പിന്നെ അതാ ഗ്യാസിൻ്റെ കടയും സൈഡും കാര്യങ്ങളും പിന്നെ അടുത്ത കൗണ്ടർ ടോപ്പും എല്ലാം ഞാനിതാ അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് വരാണ്. എന്നിട്ടിതാ ഞാനൊരു ടവലും വെച്ചിട്ട് ആ ഒരു നമ്മൾ ഈ നനച്ചതിൻ്റെ ആ ഒരു നൊരൊക്കെ ഒന്ന് എടുക്കുകയാണ്. പിന്നെ അവിടെയുള്ള മൊയിലും പിന്നെ അതിൻ്റെ ഗ്യാസിൻ്റെ താഴെയുള്ള ആ ഒരു കോണർ ടോപ്പ് എല്ലാം ക്ലീൻ ആക്കിയിട്ട് വന്ന് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഗ്യാസിൻ്റെ അതും വെച്ചപ്പോൾ സെറ്റായി. പിന്നെ ഈടുണ്ട് അതിൻ്റെ പാത്രവും കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തുകൊണ്ട് പോയിട്ട് പുറത്ത് കതിയിട്ടെല്ലാം വെച്ചിട്ട് ആടെ ഉണ്ട്. പിന്നെ ഈടെല്ലാം തന്നെ ഞാനൊന്ന് പിന്നെ ഞാൻ ഈ ഒരു നമ്മൾ ടവലൊന്ന് ഊമ്പി കൊടുത്തതിന് ശേഷം ഈ ഗ്ലാസ്സിൽ ഞാൻ കതിയിലതിന് എൻ്റെ വീഡിയോയിൽ എടുക്കാൻ മറന്നു പോയിട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ പിന്നെ തന്നെ നമ്മളെ നെല്ലൊന്ന് ക്ലീൻ ആക്കണം. അങ്ങനെ പിന്നെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആടെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ കുറച്ച് ചേറിന് മെടുക്കെടുക്കെല്ലാം ഉണ്ടാക്കി അങ്ങനെയൊന്നും ആവില്ല. പിന്നെ ചെറുങ്ങനെ മണ്ണെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതിനെല്ലാം തന്നെ നേരെ നൂർത്തിയിട്ട് എടുത്തിട്ടായിട്ട് പിന്നെ അതിന് വൈക്ക് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് അതിനൊന്ന് ക്ലീൻ ആക്കിയിട്ട് നല്ല കുട്ടപ്പനാക്കിയതിന് ശേഷം പിന്നെ നമ്മളെ സിങ്ക് ഒന്ന് കഴുകാണ്. നന്നായിട്ട് തന്നെ നല്ലവണ്ണം ഒരച്ച് കഥാണ്. പിന്നെ അതിൻ്റെ ആ ഒരു കാര്യങ്ങളും എല്ലാം നമ്മൾ രാവിലെ എന്തും ക്ലീൻ ചെയ്താൽ എന്നിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര നമുക്ക് തന്നെ മനസ്സിലേക്ക് നല്ലൊരു മനസ്സമാധാനമായിട്ടിരിക്കും. അപ്പോൾ ഞാൻ സിങ്കും കാര്യങ്ങളെല്ലാം കതി എല്ലാ പണി ആയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. സിങ്കും പിന്നെ നമ്മുടെ ഈ ഒരു ടേപ്പും കാര്യങ്ങളെല്ലാം അപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എല്ലാം മൊഞ്ചായി കിടക്കുന്നുണ്ടല്ലേ. അങ്ങനെ അമ്മ ഞാൻ വിചാരിച്ചതാണ് നമ്മൾ കിച്ചണിലെ ജനലൊന്ന് തോർത്തി കൊടുക്കാം. അങ്ങനെ തന്നെ കിച്ചണിലെ ജനലൊക്കെ നന്നായിട്ട് തോർത്തി കൊടുക്കണേ, നന്നായിട്ടൊന്ന് ഒഴിച്ചൊക്കെ കൊടുക്കണം. നമുക്ക് മൊഞ്ചാക്കണേ. നമ്മൾ കിച്ചനൊക്കെ പെണ്ണുങ്ങൾ കൂടുതൽ സമയം ഇരിക്കുന്നത് കിച്ചണിൽ തന്നെയല്ലേ. അപ്പോൾ കിച്ചനൊക്കെ ഒന്ന് കൊടുക്കുക. പിന്നെ ജനലൊന്ന് തോർത്തി കൊടുക്കുകയാണ്, നന്നായിട്ട് തന്നെ തോർത്തി കൊടുക്കണം. ആ കല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതിനൊന്ന് ഒരച്ചടിച്ചിട്ട് തന്നെ ഒന്ന് തോർത്തി കൊടുക്കുകയാണ്. പെണ്ണുങ്ങൾ കൂടുതൽ സമയം ഇരിക്കുന്നത് കിച്ചണിലാണ്. അപ്പോൾ നമ്മളവിടെ നല്ല ലൈറ്റ് വെക്കണേ. എന്നിട്ട് ഞാൻ വിചാരിച്ച് നമ്മൾ ബെഡ്റൂമിലുള്ള ഈ ഒരു ഇതൊക്കെ കുറച്ച് ദിവസമായി ഇതന്നെ ഉള്ളത്. അപ്പോൾ ഇതിനെല്ലൊന്ന് നനച്ചിട്ടിട്ട് നമുക്ക് പുതിയതൊന്ന് പിരിക്കാം. അങ്ങനെ പിന്നെ ഇതിൻ്റെ തലയുടെ കവറും ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും കാര്യങ്ങളെല്ലാം ഞാൻ എടുത്ത് പിന്നെ ജനലിൽ പിരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തുണിയും കാര്യങ്ങളെല്ലാം നനയ്ക്കാനായിട്ട് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ നനയ്ക്കാനായിട്ട് മെഷീനിലേക്ക് അടുത്തേക്ക് ഈ ഒരു സംഭവം എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് മെഷീനിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഓരോന്നായിട്ടാണ് ആദ്യം ബെഡ്ഷീറ്റും കവറും പിന്നീട് നമ്മുടെ ഈ ഒരു ജനലിലേക്ക് പിരിച്ചതും പിന്നീട് ബ്ലാങ്കറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. അങ്ങനെ തന്നെ ഞാൻ ഈ ബെഡ്ഷീറ്റ് കാര്യങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഈ ഒരു ടാപ്പ് ഒന്ന് ഓൺ ചെയ്യാണ്. നമ്മുടെ ഈ ഒരു വാട്ടർ ടാപ്പ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഈ ഒരു വെള്ളം ഒന്ന് നനഞ്ഞ് വരട്ടെ, വെള്ളം ഇതിൽ മുഴുവനായിട്ട് വരട്ടെ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ബെഡ്റൂമിൻ്റെ ജനലൊക്കെ ഒന്ന് തോർത്തിയിട്ട് കൊട്ടിക്കൊടുക്കുക. അങ്ങനെ ഞാനിവിടെ എല്ലാം തോർത്തിയിട്ട് കൊട്ടിക്കൊടുക്കുകയാണേ. ജനലൊക്കെ ഈ ഭാഗത്തല്ലെങ്കിൽ ജനൽ തുറക്കാറില്ല. പക്ഷേ ഇപ്പോൾ റംസാൻ ആയതുകൊണ്ട് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണമല്ലോ. അങ്ങനെ തന്നെ തുറന്നിട്ട് തന്നെ ഒന്ന് കൊട്ടിക്കൊടുക്കുകയാണേ, നന്നായിട്ട് ഒന്ന് കൊട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ജനലൊക്കെ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇപ്പുറത്തെ ജനലും ഒന്ന് കൊട്ടിക്കൊടുക്കുകയാണ്. ഈ ജനലും തുറന്നിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു ജനലും തുറന്നിട്ട് പിന്നീട് ഇതിനൊന്ന് പുഷ് ചെയ്തിട്ട് ഇതൊന്ന് തുറന്ന് കൊടുക്കുകയാണേ. ഈ ജനലും ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കൊട്ടിക്കൊടുക്കുകയാണേ. എന്നിട്ടിതാ ഞാൻ നമ്മുടെ മിററും ഒന്ന് നന്നായിട്ടൊന്ന് തോർത്തിട്ടും കൊട്ടിയിട്ടെല്ലാം കൊടുക്കുന്നു. നന്നായിട്ട് അതിൻ്റെ മുകളിലും കാര്യങ്ങളും പിന്നെ നമ്മുടെ അതായത് നമ്മുടെ ഡോറിന് മുകളിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യത്തിന് അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം മിഞ്ഞാന്നല്ലേ നമ്മളെല്ലാം ക്ലീൻ ചെയ്തത്, അതിനെക്കൊണ്ട് അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ സാധാരണ ക്ലീൻ ചെയ്താൽ നമുക്ക് അത്ര കഷ്ടം ഉണ്ടാവില്ല, നല്ലൊരിതാവും. അപ്പോൾ ഞാനിവിടെ ഇത്ര പണിയാക്കുമ്പോൾ തന്നെ നമ്മളവിടെ
വെള്ളം നിറഞ്ഞിട്ട് വന്ന് അങ്ങനെ ഈ ഒരു വെള്ളം നിറഞ്ഞിട്ട് വരുമ്പോൾക്ക് മില്ലേക്ക് ഇതിൻ്റെ സർഫ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഈ ഒരു സർഫ് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു കഴുകുന്നതിൻ്റെ ടെക്നോളജി നമ്മൾ ഹാർഡ് വാട്ടർ വാഷിലേക്കാണ് നമ്മൾ ഈ ആദ്യം പൈപ്പ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഹാർഡ് വാട്ടർ വാഷിലോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ 50 മിനിറ്റ്സിലേക്കാണ് നമ്മളിതൊന്ന് റിൻസ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതൊന്ന് കഴുകാനും കഴിഞ്ഞ് അങ്ങനെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പോരുന്ന് വരുന്നതുകൊണ്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവിടെല്ലാം ഒന്ന് ധൂളെല്ലാം ഉണ്ടായിന് കൊട്ടാനെല്ലാം ഉണ്ടായിന്. അങ്ങനെ പിന്നെ നമ്മൾ ആ ഒരു പോയിൻറ്റ്സിലെടുക്കുന്നതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ബെൻഡൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഇത് നമുക്ക് ആവശ്യമുള്ള പോലെ നമുക്ക് ബെൻഡ് ചെയ്യാം, എല്ലാം ചെയ്യാം. നമുക്ക് ഈ ഒരു AC-ൻ്റെ കാര്യങ്ങളൊന്നും കിട്ടാറില്ലല്ലോ, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ പിന്നെ ഞാനിത് ഈ ഒരു ഇത് ബെൻഡ് ചെയ്തിട്ട് ഞാൻ ഇടയിലൊന്ന് ഒന്ന് ക്ലീനാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ മൊയിലും കാര്യങ്ങളെല്ലാം അങ്ങനെ ഒന്നും പ്രത്യേകിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫാനിൽ കുറച്ചധികം തൊഴിലുണ്ടായിരുന്നു, കാരണം നമ്മൾ ഡെയിലി ഇടുന്നതാണല്ലോ. അതുകൊണ്ട് നമ്മളിതാ ഫാനൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ധൂളും കാര്യങ്ങളെല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു മൊയിൽ ഭാഗം കൂടി നമ്മളൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഈ ഒരു ധൂളും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. ഈ ഒരു ഒരു കോട്ടൺ ടൈപ്സിലുള്ള നമ്മുടെ ഈ ഒരു പോയിൻറ്റ്സിൽ എടുക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ധൂള് മാത്രമല്ല, പിന്നെ ബാക്കിയിൽ പറ്റി നിൽക്കുന്ന പോലെ ഇതിലൊന്നും പറ്റി നിൽക്കില്ല, എല്ലാം താഴേക്ക് തന്നെ ബിയും. അപ്പോൾ ഇത് നല്ലതായിട്ട് ഇതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഓൺലൈനിലാണ് കേട്ടോ മേടിച്ചത്. അങ്ങനെ പിന്നെ ഈ ഒരു ജനലും കാര്യങ്ങളും ഈ ജനൽ രണ്ടും തുറക്കാറില്ല, ഒന്നാണ് തുറക്കാറുള്ളത്. അപ്പോൾ ഒന്ന് തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെല്ലാം ഇതായതിന് ശേഷം പിന്നെ കപ്പാട്ടിൻ്റെ സൈഡും കാര്യങ്ങളെല്ലാം ധൂളെല്ലാം ഉണ്ടെങ്കിലല്ല, അങ്ങനെ പിന്നെ ഇതാടെല്ലാം ഒന്ന് എടുക്കുകയാണ്, തോർത്തിയിട്ടെല്ലാം ഒന്ന് ധൂളെല്ലാം ഒന്ന് കൊട്ടി കൊടുക്കുകയാണ്. അങ്ങനെ അതെല്ലാം തോർത്തിയിട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ ആ ഒരു കപ്പാട്ട് നമ്മുടെ ഈ ഒരു കബോർഡിൻ്റെ സൈഡ് ഭാഗത്തായിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മളൊരു ബെഡ്ഷീറ്റ് ഈ ഒരു കൊട്ടലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബെഡ്ഷീറ്റ് പിരിച്ചു കൊടുക്കുകയാണ്, പുതിയൊരു ബെഡ്ഷീറ്റ്. എന്നിട്ട് നമ്മുടെ ഈ ഒരു പില്ലോയിലോട്ട് ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ കവറും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനെ ഇവിടെ ബെഡ്ഷീറ്റിൻ്റെ കവറും പക്ഷെ നമ്മളിവിടെ വെക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു റൂമൊന്ന് കൊട്ടിയിട്ടില്ലായിട്ട് ബെഡ്ഷീറ്റെല്ലാം പിരിച്ചിട്ട് നല്ല മൊഞ്ചായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡൈനിങ് ഹാൾ അവിടെ വന്നിട്ട് അവിടെ ഒന്ന് ഫാനും ഇതുപോലെ തന്നെ ഒന്ന് ക്ലീനാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മുടെ മൊയിലും കാര്യങ്ങളും നമ്മുടെ ഒരു മതിലും കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡ് ഈ ഒരു ഡോറിൻ്റെ ഭാഗത്തൊന്നും ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഒരു ഡോറും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ മുകളിലെല്ലാം അതിൻ്റെ ബാക്ക് സൈഡ് ആ ഡോറൊന്ന് ഓഫ് ചെയ്യുന്ന രീതിയിൽ അവിടെ ഒന്ന് ഇതാക്കി കൊടുക്കുകയാണ്, ക്ലീൻ ചെയ്തിട്ട്. അവിടെ കുറച്ച് പോയിൻറ്റ്സുകളെല്ലാം ഉണ്ടായിന്, എല്ലാം എടുത്ത് അതിന് തുണിയെല്ലാം വെച്ചിട്ട് അതിനൊന്ന് എടുത്തു. നമ്മളവിടെ ഒന്ന് ക്ലീൻ ആയതിന് ശേഷം ആ ഡോറൊന്ന് തുറന്നു വിടുകയാണ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ചെയറും കാര്യങ്ങളെല്ലാം ഉണ്ടായി. അപ്പോൾ ഈ ചെയറും കാര്യങ്ങളെല്ലാം ഒന്ന് തോർത്താമെന്ന് വിചാരിച്ചിട്ട് ഒരു നമ്മൾ വെറ്റ് ടവൽ ആയിട്ട് കൊണ്ടുവന്നിട്ട് ഈ ഒരു ചെയറും കാര്യങ്ങളെല്ലാം തോർത്തി കൊടുക്കുകയാണ്. നമ്മൾ
കാലിൻ്റെ സൈഡും എല്ലാം ഒന്ന് തോർത്തിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെതാ നമ്മൾ ഈ ഒരു ചെയറൊക്കെ ഒന്ന് വെറ്റ് ടവൽ വെച്ചിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു വെക്കുന്ന ഭാഗത്ത് നമുക്ക് കുറച്ച് ക്ലീനിങ് ഉണ്ടായി. പിന്നെ എവിടെയും വന്നിട്ട് എവിടെയും ഒന്ന് കൊട്ടിയിട്ടും നമ്മുടെ ധൂളും പിന്നെ നമ്മളെ ഈ ഒരു ബണ്ണാമ്പൽ എല്ലാം ഒന്ന് എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മളിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തെല്ലാം കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ടേബിൾ നമ്മൾ ഡൈനിങ്ങിൻ്റെ ടേബിൾ അവിടെ ഒന്ന് തോർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ അത് അവിടെ ഒന്ന് നന്നായിട്ട് അവിടെ നമ്മുടെ കറിയുടെ ഡ്രോപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് തോർത്തി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളുടെ ഈ ഒരു ടേബിളിൻ്റെ ലെഗ് ഇത് ഈ ഒരു ഭാഗമെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തോർത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെറ്റ് ടവൽ വെച്ചിട്ട് തന്നെയാണ് പേടുള്ള ധൂളും കാര്യങ്ങളെല്ലാം പൊടിയും കാര്യങ്ങളെല്ലാം പോയി കിട്ടുമല്ലോ വെച്ചിട്ട് നമ്മളിതാ തോർത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഏകദേശം നമ്മുടെ ഈ ഒരു ഹോളും നന്നായിട്ടുണ്ട്. എന്നിട്ടിതാ നമ്മൾ അടിച്ചിട്ട് അങ്ങനെ പിന്നെ ഇതാ നമ്മൾ ചൂല് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളിതാ അടിച്ചുകൊണ്ട് വരാണ്. അങ്ങനെ കൊട്ടിക്കൊണ്ട് കുറച്ചധികം തന്നെ നമ്മുടെ അടുത്ത് വേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ പിന്നെ ഇതാ ഇതെല്ലാം ഒന്ന് അടിച്ചുകൊണ്ട് വന്നുകൊണ്ടുണ്ട്. എന്നിട്ടിതാ നമ്മുടെ റൂമിലും അടിച്ചിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. പിന്നെ ഇതാ നമ്മൾ ഈ റൂമിലേട്ടും പോവുകയാണേ അടിക്കാനായിട്ട്. അങ്ങനെ ഇതാ നമ്മൾ ഈ ഒരു റൂമും അടിച്ചുകൊണ്ട് വന്നതിന് ശേഷം നമ്മുടെ ബക്കറ്റിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ മോപ്പും ഇട്ടു. എന്നിട്ട് നമ്മളെ ഇതിലേക്ക് ഫാബ്രിക്സ് ആണ് നമ്മുടെ ഫിനോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫാബ്രിക്സ് ആണ്. ഫാബ്രിക്സ്ക്ക് നല്ല മണമാണ് കേട്ടോ, നല്ല ഫ്രഷ് നല്ലൊരു ഇത് കുറേ ടൈപ്സിലുണ്ട്. അപ്പോൾ ജാസ്മിനാണ് കേട്ടോ ഏറ്റവും നല്ലത്. ലെമൺ ഗ്രാസ് ജാസ്മിനെല്ലാം നല്ല മണമാണ്, നല്ലൊരു സ്മെല്ലായിരിക്കും, നല്ലൊരു ഫ്രാഗ്രൻസ് സ്മെല്ല്. നിങ്ങളും ഇത് തന്നെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഏത് ഫിനോയിലാണ് യൂസ് ചെയ്യുന്നതെന്ന് കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഇതാ ഞാൻ ഒന്ന് മോപ്പ് വെച്ചിട്ട് ഇതാ റൂമൊന്ന് നമ്മുടെ ബെഡ്റൂമൊന്ന് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഒന്ന് തോർത്തി കൊടുക്കുന്നുണ്ട്. മോപ്പ് വെച്ചിട്ട് അതിന് തോർത്തി കൊടുത്തതിന് ശേഷം നമ്മളിതാ നമ്മുടെ സിറ്റ് ഔട്ടിലേക്കും പോയിട്ട് ഒന്ന് തോർത്തി വരുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ ഹോളും നമ്മൾ തോർത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ നമ്മളിതാ തോർത്തിട്ട് ഹോളും കാര്യങ്ങളെല്ലാം നമ്മളിതാ ഇങ്ങനെ തോർത്തിക്കൊണ്ട് വരാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു തോർത്തി കഴിയുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യത്തിന് ഇതൊന്ന് ഡ്രൈനായി വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഡ്രൈ എല്ലാം വെച്ചതിന് ശേഷം നമ്മളിത് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ ഡ്രൈ ചെയ്യാൻ വെച്ചിരുന്നു. അങ്ങനെ അത് ഡ്രൈ ശേഷം നമ്മൾ ഉണക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഞാൻ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം ഇതിൽ നമ്മളെ ബെഡ്ഷീറ്റും കാര്യങ്ങളും നമ്മുടെ പില്ലോ കവറും എല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിതാ നമ്മൾ ഈ ഒരു ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ഇട്ട് കൊടുക്കുകയാണ്.
അങ്ങനെ നമ്മൾ പില്ലോ കവറും ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ പണിയും ആയില്ലേ. അപ്പോൾ നമുക്ക് ഭയങ്കര ദാഹമല്ലേ. ഈ പണിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കുടിക്കണോ വെച്ചിട്ട് തോന്നും നമുക്കെല്ലാം. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തിപ്പോൾ കുടിക്കാനാക്കുന്ന എന്താക്കണം വെച്ചിട്ട് നമുക്കറിയാലോ. അപ്പം ഞാൻ വിചാരിച്ച് നമ്മൾ അടിപൊളി പൈനാപ്പിൾ മൊഹിത്തോ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ ഇത് ആർത്തതിന് ശേഷം പൈനാപ്പിൾ മൊഹിത്തോ ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ വരുന്നതുവരേക്കും ബൈ ബൈ.